ദ ലീഡർ ഹു ഹാഡ് നോ ടൈറ്റിൽ. ദ ലീഡർ ഹു ഹാഡ് നോ ടൈറ്റിൽ എന്ന പുസ്തകം റോബിൻ ശർമ്മ എഴുതിയ നേതൃത്വവും വ്യക്തിവികസനവും സംബന്ധിച്ച ഒരു പ്രചോദനാത്മകമായ കൃതിയാണ്. നേതാവാൻ പദവിയോ സ്ഥാനമോ ആവശ്യമില്ല. ഏത് സ്ഥാനത്തിരുന്നും മികച്ച സ്വാധീനം ചെലുത്താം എന്നതാണ് ഈ പുസ്തകത്തിന്റെ പ്രധാന സന്ദേശം. ഇത് കഥയിലൂടെ ലീഡർഷിപ്പ് പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. ഇതിന്റെ കോർ മെസ്സേജ് എന്താന്ന് വെച്ചാല് ടൈറ്റിൽ വേണ്ട നേതാവാൻ എന്നുള്ളതാണ്. മാനേജർ ആകാതെ, സിഇഒ ആകാതെ ഏത് ജോലി ചെയ്യുന്നവനും ഒരു ലീഡർ ആവാം എന്നാണ് പറയുന്നത്. ബ്ലാക്ക് ഡേവിസ് എന്ന പേരിൽ ഒരു ബുക്ക് സ്റ്റോറിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ കഥയാണിത്. ജോലിയിൽ മടുത്ത് ലൈഫിൽ തോറ്റു എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ടൊമ്മി എന്ന ഒരു ആളെ ഇദ്ദേഹം കാണാനിടയായി. ടൊമ്മി ഇദ്ദേഹത്തിന് 4 ടീച്ചേഴ്സിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ബ്ലാക്കിനെ റിയൽ ലീഡർ ആക്കുകയാണ്. അതില് ആദ്യത്തെ 3 അധ്യായങ്ങൾ ചെറുപ്പത്തിലെ മാതാപിതാക്കളെ നഷ്ടപ്പെടുകയും ഇപ്പോ ന്യൂയോർക്കിൽ താമസിക്കുകയും ചെയ്യുന്ന ബ്ലാക്ക് ഡേവിസ് എന്ന യുദ്ധ ഭടന്റെ, മുൻപ് അയാൾ യുദ്ധഭടനായിരുന്നു, അയാളുടെ ജീവിതമാണ് വിവരിക്കുന്നത്. അതീവ നന്മയുള്ള, കണ്ടുമുട്ടാൻ ആഗ്രഹിക്കാവുന്ന ഒരാളാണ് ബ്ലേക്ക്. എങ്കിലും ഭൂതകാലത്തിന്റെ കനത്ത ഭാരങ്ങൾ അദ്ദേഹം പേറുന്നുണ്ടായിരുന്നു. ഒരേ ദിവസം മാതാപിതാക്കളെ നഷ്ടപ്പെട്ടതിന്റെ വേദന, യുദ്ധം സമ്മാനിച്ച മാനസിക ആഘാതങ്ങള്, താറുമാറായ ഒരു പ്രണയബന്ധം, ഇവയൊക്കെ അതിലുണ്ടായിരുന്നു. അങ്ങനെ യുദ്ധം കഴിഞ്ഞ് തിരിച്ചെത്തിയ ബ്ലേക്കിന് സാധാരണക്കാർക്കായി രൂപപ്പെട്ട സമൂഹത്തിൽ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ കഴിയാതെ ഏകാന്തതയും ഭയവും ഒക്കെ അനുഭവപ്പെടുകയാണ്. അങ്ങനെ സോഹോ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു പുസ്തകശാലയില് ജോലി ലഭിച്ചു. പക്ഷേ ബ്ലേക്കിന്റെ സ്ഥാനം എപ്പോഴും ഒരു അനിശ്ചിതത്വത്തിലായിരുന്നു. ജോലിയിലെ മോശം പ്രകടനം ഉടമയ്ക്ക് അതൃപ്തി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഉപഭോക്താക്കൾക്കിടയിലുള്ള അദ്ദേഹത്തിന്റെ ജനപ്രീതി കണക്കിലെടുത്ത് മാത്രമാണ് ഈ ബുക്ക് സ്റ്റോറിന്റെ ഉടമസ്ഥൻ അദ്ദേഹത്തെ അവിടെ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിച്ചത്. അത് മാത്രമല്ല, ബ്ലേക്കിനാണെങ്കിൽ പുസ്തകങ്ങളോട് ഭയങ്കര അഭിനിവേശമായിരുന്നു. അതാണ് അദ്ദേഹത്തെ ജോലിയിൽ പിടിച്ചു നിർത്തിയതെന്ന് അദ്ദേഹം തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു തിങ്കളാഴ്ച രാവിലെ ടോമി ഫ്ലിൻ എന്നൊരാൾ ബ്ലേക്കിനെ സന്ദർശിച്ചതോടുകൂടി അയാളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് സംഭവിക്കുകയാണ്, മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ടോമി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കണ്ടുമുട്ടാൻ ആഗ്രഹിക്കാവുന്ന ഒരു വ്യക്തി തന്നെയാണ് കേട്ടോ. ചില സാങ്കല്പിക കഥാപാത്രങ്ങൾ യഥാർത്ഥ മനുഷ്യരായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന മുഹൂർത്തങ്ങൾ ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്ര ആഡംബരപൂർണമായ ഒരു വേഷവിധാനമൊന്നും ആയിരുന്നില്ല. അയാൾക്ക് 77 വയസ്സായിരുന്നു. എങ്കിലും പ്രസാധക കമ്പനിയുടെ ആസ്ഥാനത്ത് ജോലി ചെയ്യുന്ന അദ്ദേഹം കഴിഞ്ഞ 5 വർഷമായിട്ട് തുടർച്ചയായിട്ട് 1-ാം നമ്പർ ജീവനക്കാരനായി തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. കമ്പനിയുടെ ബോർഡില് അദ്ദേഹത്തിന് അംഗമാവാനും വൈസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാനും ഒക്കെ അവസരം കിട്ടിയിരുന്നു. എന്നാലും അദ്ദേഹം അതൊക്കെ നിരസിക്കുകയാണ് ഉണ്ടായത്. അതേ സമയത്ത് കരീബിയൻ യാത്ര ഉൾപ്പെടെയുള്ള വലിയ സാമ്പത്തിക ആനുകൂല്യങ്ങൾ സ്വീകരിക്കാൻ അദ്ദേഹം കാണിച്ച ബുദ്ധി എടുത്തു പറയേണ്ടതാണ്. കൂടാതെ റിക്രൂട്ട്മെന്റ് കമ്പനിയിൽ അംഗമാകാനും എക്സിക്യൂട്ടീവ് ടീമിനൊപ്പം പതിവായി പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ട് കമ്പനിയുടെ തന്ത്രങ്ങളെക്കുറിച്ച് ആശയങ്ങൾ പങ്കുവെക്കാനും പുതിയ ആശയങ്ങൾ പങ്കുവെക്കാനും ഒക്കെ ടോമിക്ക് അവസരം ലഭിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഇതൊക്കെ ബ്ലേക്കിനോട് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ മാനേജർ ആവുക എന്നത് എൻ്റെ സ്വപ്നങ്ങളിലൊന്നും ഇല്ല. സ്ഥാനമാനങ്ങളിലോ പദവികളിലോ എനിക്കൊരു താല്പര്യവും ഇല്ല. എൻ്റെ ജോലി ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യുക എന്നതിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. അതിനായി എനിക്ക് ഔദ്യോഗികമായ അധികാരമൊന്നും ആവശ്യമില്ല. നേതൃത്വം നൽകാൻ ഇപ്പോ ഔദ്യോഗിക പദവിയുടെ ആവശ്യമില്ല. കാര്യങ്ങളിൽ സജീവമായി ഇടപെടാനുള്ള ആഗ്രഹവും ക്രിയാത്മകമായ മാറ്റം കൊണ്ടുവരാനുള്ള പ്രതിബദ്ധതയും മാത്രം ഉണ്ടായാൽ മതി. മദർ തെരേസ പറയാറുണ്ടായ പോലെ ഓരോരുത്തരും അവരവരുടെ വീടിനു മുന്നിലുള്ള സ്ഥലം വൃത്തിയാക്കിയാൽ ലോകം മുഴുവൻ വൃത്തിയാവും. ഒരു ജോലിയും ചെറുതല്ല. പിന്നെ കാണുന്ന അധ്യായങ്ങളില് ചിന്താഗതിയില്
വലിയൊരു കാഴ്ചപ്പാടിൽ വലിയൊരു മാറ്റം സൃഷ്ടിക്കുന്ന അവിശ്വസനീയമായ ഒരു യാത്രയിലൂടെ ടോമി ബ്ലേക്കിനെ നയിക്കുകയാണ്. തുടർച്ചയായി 5 വർഷം അമേരിക്കയിലെ മികച്ച പുസ്തക വിൽപ്പനക്കാരനുള്ള ബെസ്റ്റ് ബുക്ക് സെല്ലർ ഇൻ അമേരിക്ക പുരസ്കാരത്തിനായി മത്സരിക്കാൻ ടോമിയെ പ്രാപ്തനാക്കിയ ചിന്താഗതി അവന് പകർന്നു നൽകിയ 4 ഗുരുക്കന്മാരെ ബ്ലേക്ക് അവിടെ കണ്ടുമുട്ടുകയാണ്. ടോമി ബ്ലേക്കിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതിലെ പ്രധാന കഥാപാത്രം ബ്ലേക്ക് ഡേവിസ് തന്നെയാണ്. യുദ്ധാനുഭവങ്ങളും വ്യക്തിപരമായ പരാജയങ്ങളും കാരണം ജീവിതത്തിൽ നിരാശനായ അയാൾ ഒരു സാധാരണ പുസ്തകക്കടയിൽ ജോലി ചെയ്തു വരുന്നു. ജീവിതത്തിന് ദിശയില്ല, ഒരു അർത്ഥമില്ല എന്ന് തോന്നുന്ന സമയത്ത് അവൻ കണ്ടുമുട്ടുന്ന അസാധാരണ വ്യക്തിയാണ് ടോമി ഫ്ലിൻ. പിന്നീട് ഉണ്ടാകുന്ന എന്താണ്? ടോമി ബ്ലേക്കിനോട് പറയുവാണ്, പദവിയില്ലെങ്കിലും എല്ലാവർക്കും ഒരു നേതാവാകാം. പിന്നീട് ടോമി ബ്ലേക്കിനെ 4 അസാധാരണ വ്യക്തികളെ കാണാനായിട്ട് അയക്കുകയാണ്. ഓരോരുത്തരും ജീവിതത്തിന്റെയും നേതൃത്വത്തിന്റെയും ഓരോ പ്രധാന പാഠങ്ങൾ ബ്ലേക്കിനെ പഠിപ്പിക്കുകയാണ്. 4 ഗുരുക്കന്മാരും അവരുടെ പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ആദ്യത്തെ അധ്യായത്തിൽ കണ്ടുമുട്ടുന്നത് ജോലിയുടെ അർത്ഥവും ലക്ഷ്യവും തിരിച്ചറിയുന്നതാണ് വിജയത്തിന്റെ താക്കോൽ എന്ന് വിശ്വസിക്കുന്ന ഹൗസ് കീപ്പിംഗ് മാനേജറായ അന്നയെയാണ്. അന്ന എന്ന സ്ത്രീയാണ് കണ്ടുമുട്ടുന്നത്. അവര് 4 സ്വാഭാവിക ശക്തികളെ കുറിച്ച് സംസാരിക്കുകയാണ്. ദിവസവും മികച്ച പ്രകടനം കാഴ്ചവെക്കുക, മറ്റുള്ളവർക്ക് പ്രചോദനമേകുകയും അവരെ ഉയർത്തുകയും ചെയ്യുക, ക്രിയാത്മകമായ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകുക, എല്ലാവരോടും ആദരവോടെ പെരുമാറുക, ഇവയൊക്കെയാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത്. ബിസിനസ് മേഖല മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ പെരുമാറ്റ രീതികളും മാറേണ്ടതുണ്ട് എന്നാണ് അന്ന നൽകുന്ന പാഠം. മികച്ച പ്രകടനം എങ്ങനെ സൃഷ്ടിക്കാം? എല്ലാ ദിവസവും സ്വയം മെച്ചപ്പെടുത്തുക. സ്വാധ്യായം, ചെറിയ കാര്യങ്ങൾ പോലും അസാധാരണമായിട്ട് ചെയ്യുക. സാധാരണ ജോലിയെ അസാധാരണമാക്കുക. ഇനി 2-ാം അധ്യായത്തിൽ ആരെയാണ് കണ്ടുമുട്ടുന്നത്? മുമ്പത്തെ ലോക സ്കീയിങ് ചാമ്പ്യനായ ടൈ ബോയ്ഡിനെയാണ് കണ്ടുമുട്ടുന്നത്. അദ്ദേഹം നൽകുന്ന പാഠം എന്താണെന്നറിയോ? അസ്വസ്ഥതകളുമായി പൊരുത്തപ്പെടുക എന്നതാണ് മഹത്വത്തിലേക്കുള്ള പാത. അദ്ദേഹം തന്റെ ജീവിത രഹസ്യം ഇങ്ങനെയാണ് പങ്കുവെക്കുന്നത്. പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളാണ് മികച്ച നേതാക്കളെ വാർത്തെടുക്കുന്നത്. അസ്വസ്ഥതകളുമായി പൊരുത്തപ്പെടാനും വളർച്ചയ്ക്കായി ഏറ്റവും വലിയ അസ്വസ്ഥതയുണ്ടാക്കുന്ന നിമിഷങ്ങളെ പോലും ഉൾക്കൊള്ളാനും അദ്ദേഹം നമ്മളെ വെല്ലുവിളിക്കുകയാണ്. സ്വന്തം തീരുമാനങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും വ്യത്യസ്തമായ രീതിയിൽ ജീവിതം നയിക്കുകയും ചെയ്യുക. ജീവിതത്തിൽ മികച്ച വിജയം കൈവരിക്കുന്നതിനുള്ള താക്കോൽ സ്വയം സാഹചര്യങ്ങൾക്കനുസരിച്ച് പരുവപ്പെടുത്താനുള്ള കഴിവാണ്. പിന്നെ ബന്ധങ്ങളുടെ ശക്തി, ആളുകളെ ആദരിക്കുക, വിശ്വാസം നേടിയെടുക്കുക. നല്ല ബന്ധങ്ങളാണ് യഥാർത്ഥ വിജയത്തിന്റെ അടിത്തറ. ദ ലീഡർ ഹു ഹാഡ് നോ ടൈറ്റിൽ എന്ന പുസ്തകത്തിൽ ബ്ലേക്ക് ഡേവിസ് കണ്ടുമുട്ടുന്ന 2-ാമത്തെ ഗുരുവാണ് ടൈ ബോയ്ഡ്. അദ്ദേഹം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ചേഞ്ച് ഈസ് ദ ഓൺലി കോൺസ്റ്റന്റ്. മാറ്റത്തെ ഭയക്കാതെ അതിനെ സ്വീകരിച്ച് വളർച്ചയ്ക്കായി ഉപയോഗിക്കുക. അദ്ദേഹത്തിന്റെ പാഠത്തിന്റെ സാരം എങ്ങനെയാണ്? സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും, അതിനനുസരിച്ച് നമ്മളും വളരണം. പ്രശ്നങ്ങളെ ഒഴിവാക്കാതെ അവയിൽ നിന്ന് പഠിക്കുക. കംഫർട്ട് സോണിൽ നിൽക്കാതെ പുതിയ കാര്യങ്ങള് പരീക്ഷിക്കുക. ഓരോ ദിവസവും ഇന്നലെയേക്കാൾ മികച്ച ആണാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മാറ്റം വരുന്നത് വരെ കാത്തിരിക്കുന്നവൻ സാഹചര്യങ്ങളുടെ അടിമയാണ്. മാറ്റത്തോടൊപ്പം സ്വയം മാറുന്നവൻ സ്വന്തം ജീവിതത്തിന്റെ നേതാവാണ്. അതുകൊണ്ട് ലീഡർഷിപ്പ് ബിഗിൻസ് വെൻ യു സ്റ്റോപ്പ് ബ്ലെയിമിങ് സർക്കംസ്റ്റാൻസസ് ആൻഡ് സ്റ്റാർട്ട് ലീഡിങ് യുവർ സെൽഫ്. പദവി വേണ്ട, അധികാരം വേണ്ട. ആദ്യം സ്വന്തം മനസ്സിനെയും ശീലങ്ങളെയും ജീവിതത്തെയും നയിക്കാൻ പഠിക്കുക. അതാണ് യഥാർത്ഥ ലീഡർഷിപ്പ്. നിങ്ങൾ എത്ര ബുദ്ധിമാനാണെന്നതിനേക്കാൾ നിങ്ങൾ ആളുകളോട് എങ്ങനെ പെരുമാറുന്നു എന്നതാണ്
നിങ്ങളുടെ യഥാർത്ഥ വിജയം നിർണയിക്കുന്നത്. തൈറോയിഡിന്റെ പ്രധാന സന്ദേശങ്ങൾ ഒന്നുകൂടെ പറയാം. ഓരോ മനുഷ്യനും ബഹുമാനം ആഗ്രഹിക്കുന്നു. ഓരോ വ്യക്തിക്കും താൻ വിലപ്പെട്ടവനാണെന്ന തോന്നലുണ്ടാവണം. ഒരു പുഞ്ചിരി, ഒരു നന്ദി, പേര് പറഞ്ഞ് അഭിസംബോധന ചെയ്യൽ, ശ്രദ്ധയോടെ കേൾക്കല്, ഇവ ചെറിയ കാര്യങ്ങളാണെങ്കിലും അവ ബന്ധങ്ങളെ ശക്തമാക്കുന്നു. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഒരു ഓഫീസിലെ ചായ കൊണ്ടുവരുന്ന ജീവനക്കാരനോട് പോലും ആദരവോടെ സംസാരിക്കുന്ന നേതാവിനെ ആളുകൾ ഹൃദയത്തിൽ നിന്ന് ബഹുമാനിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, ആദ്യം കേൾക്കുക, പിന്നെ സംസാരിക്കുക. മിക്കവരും മറുപടി പറയാൻ വേണ്ടി കേൾക്കുന്നവരാണ് അല്ലെ, മനസ്സിലാക്കാൻ വേണ്ടി കേൾക്കാറില്ല എന്നുള്ളതാണ് സത്യം. തൈറോയിഡ് പറയുവാണ്, നല്ല നേതാക്കൾ മികച്ച ശ്രോതാക്കളാണ്. ഒരു മനുഷ്യന് ഏറ്റവും വലിയ സമ്മാനങ്ങളിൽ ഒന്ന് അവനെ പൂർണ്ണ ശ്രദ്ധയോടെ കേൾക്കുന്നതാണ്. ഇനി മൂന്നാമത്തെ കാര്യം, വിശ്വാസം സമ്പാദിക്കണം. വിശ്വാസം ഒരു ദിവസം കൊണ്ടുണ്ടാവില്ല, അത് വളരുന്നതാണ്. അതെപ്പോഴാ വളരുക? വാക്ക് പാലിക്കുമ്പോഴാണ് വളരുക, സത്യസന്ധത കാണിക്കുമ്പോഴാണ് വളരുക, സ്ഥിരത പുലർത്തുമ്പോഴാണ് വളരുക, തെറ്റ് സമ്മതിക്കുമ്പോഴാണ് വളരുക. ഇനി നാലാമത്തെ കാര്യം, ആളുകളെ പ്രധാനപ്പെട്ടവരായി തോന്നിപ്പിക്കുക. ആളുകള് നിങ്ങൾ എന്തു പറഞ്ഞു എന്നുള്ളത് പെട്ടെന്ന് മറന്നുപോയേക്കാം, പക്ഷേ അവരെ നിങ്ങൾ എങ്ങനെ അനുഭവിപ്പിച്ചു, അവർക്ക് എന്ത് ഫീലാണ് ഉണ്ടാക്കിയത് എന്നുള്ളത് എല്ലാവരും ഓർത്തിരിക്കും. അതുകൊണ്ട് ഓരോ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും ആ വ്യക്തിക്ക് കൂടുതൽ ആത്മവിശ്വാസം ലഭിക്കണം. അഞ്ചാമത്തെ കാര്യം, സ്നേഹം നൽകുക, തിരിച്ചു കിട്ടും. ജീവിതം ഒരു പ്രതിധ്വനിയാണ്. നിങ്ങൾ നൽകുന്നത് തന്നെയാണ് പലപ്പോഴും നിങ്ങളിലേക്ക് തിരികെ വരുന്നത്. ബഹുമാനം നൽകിയാൽ ബഹുമാനം ലഭിക്കും. കരുണ നൽകിയാലോ കരുണ ലഭിക്കും. വിശ്വാസം നൽകിയാൽ വിശ്വാസം വളരും. ഈ ആശയം ഭഗവത്ഗീതയുടെയും ഉപനിഷത്തുക്കളുടെയും സന്ദേശവുമായി വളരെ സാമ്യമുണ്ട് അല്ലെ. എല്ലാ ജീവജാലങ്ങളിലും ഒരേ ആത്മാവാണ് ഉള്ളത് എന്ന് തിരിച്ചറിയുമ്പോൾ എല്ലാവരോടും ആദരവോടെയും സ്നേഹത്തോടെയും പെരുമാറുക സ്വാഭാവികമായി. യജുർവേദത്തിലെ മനോഹരമായൊരു പ്രാർത്ഥനയും, മിത്രസ്യ ചക്ഷുഷ സർവാണി ഭൂതാനി സമീക്ഷന്താം. എന്റെ അർത്ഥം എന്താ? എല്ലാ ജീവികളെയും സൗഹൃദത്തിന്റെ കണ്ണുകളിലൂടെ കാണാൻ എനിക്ക് സാധിക്കട്ടെ. ഇന്നു മുതൽ ഒരു ചെറിയ പരിശീലനം നമുക്ക് ചെയ്യാം. ഓരോ ദിവസവും ഒരാളോട് ആത്മാർത്ഥമായി നന്ദി പറയുക. ഒരാളുടെ വാക്കുകൾ ഇടയിൽ തടസ്സപ്പെടുത്താതെ മുഴുവൻ കേൾക്കുക, ശ്രദ്ധയോടെ കേൾക്കുക. ഓരോരുത്തരോടും അവർ പ്രധാനപ്പെട്ടവരാണെന്ന് തോന്നുന്ന രീതിയിൽ പെരുമാറുക. തൈറോയിഡ് പഠിപ്പിക്കുന്നത് ഇതാണ്. ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നത് ഒരു കഴിവല്ല, അത് ഒരു ജീവിതശൈലിയാണ്. ആളുകളെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ നേതാക്കൾ. ഇനി 3-ാം അധ്യായത്തിൽ പൂന്തോട്ട പരിപാലനം എന്ന തന്റെ അഭിനിവേശം പിന്തുടരുന്നതിനായി കമ്പനിയിലെ CEO സ്ഥാനം ഉപേക്ഷിച്ച ജാക്സനെ ബ്ലാക്ക് കണ്ടുമുട്ടുന്നു. ജാക്സൺ പഠിപ്പിക്കുന്നു, മാറ്റങ്ങളെ സ്വീകരിക്കുക, മാറ്റത്തെ ഭയപ്പെടരുത്, തുടർച്ചയായി പഠിക്കുകയും വളരുകയും ചെയ്യുക, പഴയ ചിന്തകളെ വിട്ട് പുതിയ സാധ്യതകളെ സ്വീകരിക്കുക. ആഴമേറിയ ബന്ധങ്ങളെയും കരുത്തുറ്റ നേതൃത്വത്തെ പറ്റിയും പഠിപ്പിക്കുന്നുണ്ട്. ബന്ധങ്ങൾ എത്രത്തോളം ആഴമേറിയതാണോ അത്രത്തോളം ശക്തമായിരിക്കും നിങ്ങളുടെ നേതൃത്വവും എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. പോസിറ്റീവ് മനോഭാവം, ദയ, മികവ് ഇവയൊക്കെ പ്രകടിപ്പിക്കുക. ശ്രദ്ധിച്ചു കേൾക്കാനുള്ള കഴിവ് വളർത്തിയെടുക്കുക. കാരണം ശക്തമായ ബന്ധങ്ങൾ മികച്ച ഫലങ്ങളിലേക്കാണ് നയിക്കുന്നത്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും പരിഗണിക്കാനുമുള്ള കരുത്തും ആത്മവിശ്വാസവും യഥാർത്ഥ നേതാക്കൾക്കുണ്ടാവും. ഒരു മികച്ച നേതാവാൻ ആദ്യം ഒരു മികച്ച വ്യക്തിയായി തീരേണ്ടതുണ്ട്. അവസാന അധ്യായത്തില്, അതായത് 4-ാമത്തെ അധ്യായത്തിൽ വരുന്ന ഗുരു ഏതാ? ഒരു മസാജ് തെറാപ്പിസ്റ്റായ ജെറ്റിനെയാണ് ബ്ലാക്ക് കണ്ടുമുട്ടുന്നത്.
മറ്റുള്ളവരോട് സഹാനുഭൂതി കാണിക്കാനും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള കല ജെറ്റ് ബ്ലാക്കിനെ പഠിപ്പിക്കുന്നുണ്ട്. ക്രിയാത്മകമായി ചിന്തിക്കുന്നതിനും നിഷേധാത്മക ചിന്തകൾക്ക് തന്നെ തന്നെ കീഴടക്കാൻ അനുവദിക്കാതിരിക്കുന്നതിനുമുള്ള പ്രാധാന്യം അദ്ദേഹം ഊന്നി പറയുന്നുണ്ട്. ചിന്തകള് പൂർണ്ണമായും സ്വന്തം നിയന്ത്രണത്തിലായിരിക്കുമ്പോൾ വെല്ലുവിളികളിലല്ല, മറിച്ച് അവസരങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ജീവിതയാത്ര സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവ് നേടുന്നതിനുള്ള വഴിയായിരിക്കണം. ഭൗതിക സമ്പാദ്യങ്ങളല്ല ഒരാളെ നിർവചിക്കുന്നത്, മറിച്ച് അവ ജീവിതത്തിന് സഹായമാകുക മാത്രമാണ് ചെയ്യുന്നത്. സ്ഥാനപ്പേരുകളല്ല, മികവാണ് പ്രധാനം. സ്വയം നിയന്ത്രിക്കാൻ പഠിക്കുക. ആരോഗ്യം, മനസ്സ്, ആത്മാവ് എന്നിവയെ പരിപാലിക്കുക. ഉള്ളിൽ ശക്തിയുള്ളവർക്കാണ് പുറത്തും നേതൃത്വം നൽകാൻ സാധിക്കുക. ജീവിതത്തെ നയിക്കുക, വിധിയെ വരുതിയിലാക്കുക എന്ന സന്ദേശം ഈ അധ്യായം നമുക്ക് നൽകുന്നു. ഇനി ഈ പുസ്തകത്തിന്റെ സന്ദേശം ഭഗവത്ഗീതയുടെ കർമ്മയോഗവുമായി വളരെ സാമ്യമുള്ളതാണ്. പദവിയല്ല, കർമ്മത്തിന്റെ മികവാണ് ഒരാളെ നേതാവാക്കുന്നത്. ഓരോ പ്രവൃത്തിയും സമർപ്പണത്തോടെയും മികവോടെയും ചെയ്യുക. യഥാർത്ഥ നേതൃത്വം മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നതിലല്ല, സ്വയം നിയന്ത്രിക്കുന്നതിലാണ്. ഒരു തൂപ്പുകാരനോട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? അപ്പൊ അയാൾ കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? ഞാൻ വെറുതെ തൂത്ത് വൃത്തിയാക്കുകയല്ല, ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള തെരുവ് സൃഷ്ടിക്കുകയാണ്. അതാണ് ദ ലീഡർ ഹു ഹാഡ് നോ ടൈറ്റിൽ എന്ന പുസ്തകത്തിന്റെ സാരം. ഒരേ ജോലി ചെയ്യുന്ന രണ്ടു പേരിൽ അതിനെ ഒരു ദൗത്യമായി കാണുന്ന ആളാണ് യഥാർത്ഥ നേതാവ്. നേതൃത്വം ഒരു പദവിയല്ല, അതൊരു മനോഭാവമാണ്. നിങ്ങൾ ഇന്ന് എവിടെയാണോ അവിടെ നിന്ന് തന്നെ മികവ് പ്രകടിപ്പിക്കാൻ തുടങ്ങുന്ന നിമിഷം നിങ്ങൾ ഒരു യഥാർത്ഥ നേതാവാകുന്നു. റോബിൻ ശർമ്മയുടെ ദ ലീഡർ ഹു ഹാഡ് നോ ടൈറ്റിൽ എന്ന പുസ്തകത്തിന്റെ കേന്ദ്ര സന്ദേശം വളരെ ലളിതമാണ്. നേതാവാൻ ഒരു പദവി ആവശ്യമില്ല. ഓഫീസിൽ വലിയ പദവിയുള്ളവനാണ് നേതാവ് എന്ന ധാരണയെ ഈ പുസ്തകം ചോദ്യം ചെയ്യുന്നു. സ്വന്തം ജീവിതത്തിലും ജോലിയിലും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മറ്റുള്ളവരിൽ നല്ല മാറ്റം സൃഷ്ടിക്കുന്ന ഏതൊരാൾക്കും നേതാവാകാം. ഇനി ഈ പുസ്തകം നൽകുന്ന 4 പ്രധാന പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലീഡ് വിതൗട്ട് എ ടൈറ്റിൽ, പദവിയില്ലെങ്കിലും നേതൃത്വം ഏറ്റെടുക്കുക. എക്സലൻസ് ഇൻ എവറിത്തിങ്, ചെറിയ കാര്യങ്ങൾ പോലും ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യുക. ആക്ട് ഓൺ യുവർ ഐഡിയാസ്, ആശയങ്ങൾ ചിന്തയിൽ മാത്രം നിർത്താതെ പ്രവൃത്തിയാക്കുക. ഡെവലപ്പ് യുവർ സെൽഫ് ആൻഡ് അതേഴ്സ്, സ്വയം വളരുകയും മറ്റുള്ളവരെ വളരാൻ സഹായിക്കുകയും ചെയ്യുക. ഏറ്റവും വലിയ സന്ദേശം എന്താ? ഒരു സ്ഥാപനത്തിൽ CEO ആകുന്നതിന് മുൻപ് തന്നെ ഒരു നേതാവാകാം. ഒരു അധ്യാപകൻ, ഒരു ഡ്രൈവർ, ഒരു തൊഴിലാളി, മാതാവ്, പിതാവ്, വിദ്യാർത്ഥി, ആരായാലും ഞാൻ ചെയ്യുന്ന കാര്യത്തിന് ഉത്തരവാദി ഞാൻ തന്നെയാണ് എന്ന് തീരുമാനിക്കുന്ന നിമിഷം മുതൽ നേതൃത്വം ആരംഭിക്കുകയായി. പദവി നിങ്ങളെ ഒരു മാനേജറാക്കാം, പക്ഷേ നിങ്ങളുടെ സ്വഭാവവും പ്രവൃത്തികളും മാത്രമാണ് നിങ്ങളെ ഒരു നേതാവാക്കുന്നത്. ഒരൊറ്റ വരിയിൽ പറഞ്ഞാൽ ടൈറ്റിൽ ഇല്ലാത്തവനും ലീഡറാവാം. കാരണം യഥാർത്ഥ നേതൃത്വം സ്ഥാനത്തു നിന്നല്ല, വ്യക്തിത്വത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്.